നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ആദിപർവം. കച്ച ദേവയാനി. പണ്ട് ദേവന്മാരും അസുരന്മാരും പരസ്പരം മത്സരിക്കാൻ തുടങ്ങി. ഇരുകൂട്ടർക്കും പ്രാപ്തന്മാരായ ആചാര്യന്മാർ ഉണ്ടായിരുന്നു. ഭൃഗുവംശത്തിൽപ്പെട്ട പണ്ഡിതനും മഹാതാപസനുമായ ശുക്രനായിരുന്നു അസുരന്മാരുടെ ആചാര്യൻ. ദേവന്മാർ ആചാര്യനായി സ്വീകരിച്ചത് അങ്കിരസിന്റെ പുത്രനായ ബൃഹസ്പതിയെ ആയിരുന്നു. ശുക്രാചാര്യൻ അസുര ചക്രവർത്തിയായ വൃഷവർമാവിൻ്റെ അരമനയിലും ബൃഹസ്പതി ദേവലോകത്ത് ഇന്ദ്രന്റെ അരമനയിലും ബന്ധപ്പെട്ട് താമസിച്ചു വന്നു. മൃതസഞ്ജീവനി മന്ത്രം. ദേവന്മാരും അസുരന്മാരും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടി യുദ്ധം ചെയ്യും. ഇരുഭാഗത്തുമുള്ളതിൽ കുറേ പേർ മരിക്കും. എങ്കിലും ആർക്കും മറുഭാഗത്തുള്ളവരെ കീഴടക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അസുരന്മാർക്ക് ദേവന്മാരുടെ മേൽ പ്രത്യേകമായൊരു മേന്മ ഉണ്ടായിരുന്നു. അവരുടെ ഗുരുവായ ശുക്രാചാര്യന് മൃതസഞ്ജീവനി എന്ന മന്ത്രം അറിയാമായിരുന്നതുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിൽ മരിക്കുന്ന അസുരന്മാരെ പുനർജീവിപ്പിച്ചു. തന്മൂലം അസുരന്മാർക്ക് ഒരിക്കലും ആൾനഷ്ടമുണ്ടായില്ല. ഓരോ ഏറ്റുമുട്ടൽ കഴിയുമ്പോഴും ദേവന്മാരുടെ അംഗസംഖ്യ കുറഞ്ഞു വന്നു. ഇത് ദേവന്മാരെ സംഭീതരാക്കി. ഏതു വിധേനയും മൃതസഞ്ജീവനി മന്ത്രം കരസ്ഥമാക്കണം എന്ന് ദേവന്മാർ തീരുമാനിച്ചു. അവർ തലപുകഞ്ഞ് ആലോചന തുടങ്ങി. പലരും പല മാർഗങ്ങളും നിർദ്ദേശിച്ചു. എന്നാൽ അതൊന്നും പ്രായോഗികമായിരുന്നില്ല. അവസാനം അവർക്കൊരു ബുദ്ധി തോന്നി. ബൃഹസ്പതിയുടെ പുത്രനായ കജൻ ശുക്രാചാര്യന്റെ ശിഷ്യനായി ശുക്രാശ്രമത്തിൽ താമസിക്കുക. ശുക്രൻ മകളായ ദേവയാനിയെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആളാണ്. കജൻ ദേവയാനിയെ തൃപ്തിപ്പെടുത്തി അവൾ മുഖേന ഈ മന്ത്രം കരസ്ഥമാക്കണം. ദേവന്മാർ ആലോചിച്ച് കണ്ടുപിടിച്ച മാർഗം ഇതായിരുന്നു. കജൻ ദേവന്മാരുടെ നിർദ്ദേശം അംഗീകരിച്ചു. അവൻ അടുത്ത ദിവസം തന്നെ ശുക്രാചാര്യന്റെ അടുക്കലെത്തി. താൻ ബൃഹസ്പതിയുടെ പുത്രനാണെന്നും ബ്രഹ്മചര്യ ദീക്ഷയോടെ ശുക്രാചാര്യനിൽ നിന്ന് വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിച്ചാണ് വന്നത് എന്നും ശുക്രാചാര്യനോട് പറഞ്ഞു. വിദ്യ അർത്ഥിച്ചു വരുന്നവനെ സ്വീകരിക്കേണ്ടത് ഗുരുവിൻ്റെ ധർമ്മമാണ്. ആകയാൽ തൻ്റെ എതിരാളിയുടെ പുത്രനാണ് എന്നുള്ള ഗുണന്തൻ ന്യായങ്ങളൊന്നും പറയാതെ ശുക്രൻ കജനെ സന്തോഷപൂർവ്വം ശിഷ്യനായി സ്വീകരിച്ചു. കജൻ ശുക്രാശ്രമത്തിൽ താമസമാക്കി. ഗുരുമുഖത്തു നിന്ന് വേദപാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കാട്ടിൽ പോയി ചമതയും വിറകും ഫലമൂലങ്ങളും കൊണ്ടുവരും. പശുക്കളെ മേയ്ക്കും. അതിനിടയിലുള്ള വിശ്രമവേളകളിൽ ബാലികയായ ദേവയാനിയോടൊപ്പം സമയം കഴിക്കും. സുഭകനും തേജസ്വിയുമായ കജന് പാട്ടും നൃത്തവും ഒക്കെ അറിയാം. അവൻ പാട്ടുപാടിയും നൃത്തം ചെയ്തും കഥകൾ പറഞ്ഞു കൊടുത്തും മറ്റും ദേവയാനിയെ രസിപ്പിച്ചു. ദേവയാനി കജനെ സ്വന്തം ജീവനെ പോലെ സ്നേഹിച്ചു. കാലം ചെന്നപ്പോൾ ബാലികയായ ദേവയാനി യൗവനയുക്തയായ യുവതിയായി. അപ്പോൾ അവളുടെ സ്നേഹം അനുരാഗമായി മാറി. എന്നാൽ ബ്രഹ്മചര്യവ്രതത്തോടെ വേദാധ്യയനം നടത്തുന്ന കജനെ തൻ്റെ മനോഗതം അറിയിക്കാതെ അവൾ കഴിച്ചുകൂട്ടി. വിദ്യാഭ്യാസം കഴിഞ്ഞ് ബ്രഹ്മചര്യ ദീക്ഷ അവസാനിക്കുന്നത് വരെ കാത്തിരിക്കാൻ അവൾ തീരുമാനിച്ചു. ബൃഹസ്പതിയുടെ പുത്രനായ കജൻ തങ്ങളുടെ ഗുരുവിൻ്റെ ശിഷ്യനായി ശുക്രാശ്രമത്തിൽ താമസിക്കുന്ന വിവരം അസുരന്മാർ അറിയാനിടയായി. അവർക്ക് പല സംശയങ്ങളും തോന്നി. അക്കൂട്ടത്തിൽ തങ്ങളുടെ ഗുരുവിൻ്റെ പക്കൽ നിന്നും മൃതസഞ്ജീവനി മന്ത്രം തട്ടിയെടുക്കാനായിരിക്കും കജൻ വന്നിട്ടുള്ളത് എന്ന സംശയവും ഉണ്ടായി. ഏതായാലും അസുരവംശത്തിൽപ്പെടാത്ത കജനോട് അസുരന്മാർക്കെല്ലാം കടുത്ത അമർഷം തോന്നി. കജനെ കൊല്ലാൻ തന്നെ അവർ തീരുമാനിച്ചു. അസുരന്മാരുടെ പദ്ധതി. ഒരു ദിവസം പശുക്കളെ മേയ്ക്കാൻ കജൻ കാട്ടിലേക്ക് പോയി. അസുരന്മാർ അവനെ പിടികൂടി കൊന്നു. അവൻ്റെ ശരീരം വെട്ടിനുറുക്കി ചെന്നായ്ക്കൾക്ക് ഇട്ടുകൊടുത്തു. സന്ധ്യയായതോടുകൂടി മേയാൻ പോയ പശുക്കൾ പതിവ് പോലെ ആശ്രമത്തിൽ തിരിച്ചെത്തി. എന്നാൽ കജൻ വന്നു ചേർന്നില്ല. ദേവയാനി വല്ലാതെ പരിഭ്രമിച്ചു. അവൾക്ക് ആദിയായി. എല്ലായിടത്തും തിരഞ്ഞു. എങ്ങും കാണാൻ കഴിഞ്ഞില്ല. അവസാനം അവൾ അച്ഛനെ വിവരം അറിയിച്ചു. എങ്ങനെയെങ്കിലും കജനെ വരുത്തിയില്ലെങ്കിൽ താൻ ജീവിതം അവസാനിപ്പിക്കുമെന്ന് അവൾ അച്ഛനോട് പറഞ്ഞു. കജനോട് അസുരന്മാർക്ക് എതിർപ്പുണ്ടെന്ന് ശുക്രൻ അറിയാം. അവർ അവനെ കൊന്നിട്ടുണ്ടാവുമെന്ന് അദ്ദേഹം തീർച്ചയാക്കി. അദ്ദേഹം മൃതസഞ്ജീവനി മന്ത്രം ജപിച്ചുകൊണ്ട് കജനെ വിളിച്ചു. കജൻ്റെ മാംസം തിന്ന ചെന്നായ്ക്കളുടെ വയറുപൊട്ടി കഷ്ണങ്ങൾ പുറത്തു വന്ന് അവ കൂടി യോജിച്ച് കജൻ ശുക്രൻ്റെ മുമ്പാകെത്തി. നടന്ന വൃത്താന്തങ്ങളൊക്കെ അദ്ദേഹത്തെ അറിയിച്ചു. കജൻ ജീവിച്ച വിവരം അസുരന്മാർ അറിഞ്ഞു. അവർക്ക് കജനോട് കൂടുതലായി വിരോധമുണ്ടായി. അവനെ നശിപ്പിക്കാൻ അവർ കാത്തിരുന്നു. ഒരു ദിവസം കജൻ ദേവയാനിക്ക് വേണ്ടി പുഷ്പങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയി. തക്കം പാർത്തിരുന്ന അസുരന്മാർ അവനെ പിടികൂടി കൊന്നു. ശരീരം ഇടിച്ചു പൊടിയാക്കി സമുദ്രത്തിൽ കലക്കി. കജൻ മടങ്ങിയെത്താതിരുന്നപ്പോൾ ദേവയാനിക്ക് ഉത്കണ്ഠ വർദ്ധിച്ചു. അസുരന്മാർ കൊന്നു കാണുമെന്ന് അവൾ ഭയപ്പെട്ടു.
അവൾ വീണ്ടും അച്ഛനെ അഭയം പ്രാപിച്ചു. കഥനില്ലാതെ തനിക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്നവൾ ശുക്രനെ അറിയിച്ചു. പുത്രീവത്സലനായ അദ്ദേഹം മൃതസഞ്ജീവനി മന്ത്രം ജപിച്ച് കഥനെ വിളിച്ചപ്പോൾ കഥൻ സമുദ്രത്തിൽ നിന്ന് കയറി ശുക്രന്റെ മുമ്പിലെത്തി. നടന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹത്തെ അറിയിച്ചു. കഥനെ നശിപ്പിക്കാനുള്ള തങ്ങളുടെ ശ്രമം രണ്ടാമത്തെ പ്രാവശ്യവും ഫലിച്ചില്ല എന്ന് കണ്ടപ്പോൾ അവർക്ക് കഥനോട് ഒടുങ്ങാത്ത പകയായി. ശുക്രാചാര്യനോട് പോലും അവർക്ക് വിരോധം തോന്നി. എന്നാൽ അഥവാ പ്രകടിപ്പിച്ചില്ല. വീണ്ടും കഥനെ കൊല്ലാൻ അസുരന്മാർ ശ്രമിക്കുമെന്നറിയാമായിരുന്ന ദേവയാനി പ്രത്യേകം സൂക്ഷിക്കണമെന്ന് കഥന് മുന്നറിയിപ്പ് നൽകി. കഥൻ ശുക്രന്റെ വയറ്റിൽ. എന്നാൽ വീണ്ടും കഥനെ അസുരന്മാർ പിടികൂടി. ഇനിയും ശുക്രമഹർഷി ജീവിപ്പിക്കാൻ സാധ്യതയില്ലാത്ത വിധം കഥന്റെ ജഡം ഒളിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അവർ കഥനെ കൊന്ന് ചുട്ട് കരിച്ച് ചാമ്പലാക്കി ആ ചാമ്പൽ മദ്യത്തിൽ കലർത്തി ശുക്രന് കൊടുത്തു. അങ്ങനെ കഥന്റെ ഭസ്മം ശുക്രന്റെ വയറ്റിലായി. അന്ന് സന്ധ്യയായിട്ടും കഥൻ മടങ്ങി വന്നില്ല. ദേവയാനി ദുഃഖിതയായി. അവൾ ആകെ തളർന്നു. അച്ഛനോട് സങ്കടം ഉണർത്തിച്ചു. ശുക്രൻ പറഞ്ഞു, പ്രിയപ്പെട്ട മകളെ, ഞാൻ അവനെ ജീവിപ്പിച്ചാൽ അസുരന്മാർ ഇനിയും അവനെ കൊല്ലും. മരണം എപ്പോഴെങ്കിലും സംഭവിക്കേണ്ടതല്ലേ? നിന്നെപ്പോലെയുള്ള വിവേകശാലികൾ മരണത്തിൽ ദുഃഖിക്കരുത്. ദേവയാനി. അങ്കിരസിൻ്റെ പൗത്രനും ബൃഹസ്പതിയുടെ പുത്രനുമായ കജൻ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് നമ്മെ സേവിച്ചത്. അവന് വന്ന ദുർഗതി എനിക്ക് താങ്ങാൻ ആവുന്നില്ല. ഞാൻ അത്രത്തോളം അവനെ സ്നേഹിക്കുന്നു. അവൻ ജീവിക്കുന്നില്ലെങ്കിൽ എനിക്കും ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. പുത്രിയുടെ ദുസ്സഹമായ ദുഃഖം മഹർഷിയെ ആദരനാക്കി. കഥനെ ജീവിപ്പിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം മൃതസഞ്ജീവനി മന്ത്രം ജപിച്ചു. കഥനെ വിളിച്ചു. കഥൻ വീണ്ടും ജീവിച്ചു. മഹർഷിയുടെ ഉദരത്തിൽ കിടന്നിരുന്ന അവൻ വിളി കേട്ടു. ആശ്ചര്യത്തോടെ ശുക്രൻ ചോദിച്ചു, കജ, നീ എങ്ങനെ എൻ്റെ വയറ്റിലായി? തന്നെ കൊന്നു ഭസ്മമാക്കി മദ്യത്തിൽ കലക്കി മഹർഷിക്ക് കൊടുത്ത വിവരമെല്ലാം കജൻ വയറ്റിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. മഹർഷി ക്രുദ്ധനായി. മദ്യത്തിൽ കൂടി കജന്റെ ഭസ്മം തനിക്ക് നൽകിയ അസുരന്മാർ തന്നോട് കടുത്ത ദ്രോഹവും വഞ്ചനയും കാണിച്ചതായി അദ്ദേഹം കരുതി. താൻ മദ്യം കഴിച്ചതുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത് എന്നോർത്തപ്പോൾ അദ്ദേഹത്തിന് മദ്യത്തോടും മദ്യപാനശീലത്തോടും വെറുപ്പും വിരോധവും തോന്നി. അദ്ദേഹം പറഞ്ഞു, ഇന്നു മുതൽ മദ്യപാനം നിഷിദ്ധമായി തീരട്ടെ. മദ്യം കഴിക്കുന്നവൻ മറ്റുള്ളവരുടെ നിന്ദാപാത്രമാവുകയും അധാർമികനാവുകയും ചെയ്യട്ടെ. മനുഷ്യരാശിക്കുള്ള എൻ്റെ ഈ സന്ദേശം അലംഘനീയമായൊരു തത്വമായി അംഗീകരിക്കപ്പെടട്ടെ. കജന്റെ കാര്യം ഓർത്തപ്പോൾ മഹർഷി ഒരു വൈതരണിയിലായി. തൻ്റെ ഉള്ളിൽ കിടക്കുന്ന കജം പുറത്തു വരണമെങ്കിൽ താൻ വയറ് കയറി മരിക്കാതെ മറ്റു മാർഗമുണ്ടായിരുന്നില്ല. അദ്ദേഹം പുത്രിയോട് പറഞ്ഞു, വത്സേ, ഞാൻ മരിച്ചാൽ മാത്രമേ കജന് ജീവനോടെ പുറത്തു വരാൻ സാധ്യമാവൂ. ഞാൻ എന്തു വേണം? ദേവയാനി. അച്ഛാ, കജൻ്റെയും അച്ഛൻ്റെയും നാശം എനിക്ക് ഒരുപോലെയാണ്. കജൻ നശിച്ചാൽ എൻ്റെ സുഖം നശിച്ചു. അച്ഛൻ മരിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുകയുമില്ല. ശുക്രമഹർഷി ആലോചിച്ചു. ബൃഹസ്പതി നന്ദനായ കജൻ എന്തിനാണ് തൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു വന്നത് എന്ന് അദ്ദേഹം ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി. ശുക്രൻ പറഞ്ഞു, നീ നിന്റെ ഉദ്ദേശം സാധിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മൃതസഞ്ജീവനി മന്ത്രം ഉപദേശിച്ചു തരുന്നതാണ്. എൻ്റെ ഉദരം പിളർന്ന് പുറത്തു വരുന്ന നീ നിനക്ക് ലഭിക്കുന്ന മന്ത്രശക്തി കൊണ്ട് എന്നെ ജീവിപ്പിക്കുക. നാം രണ്ടുപേരും മരിക്കാതിരുന്നെങ്കിലേ എൻ്റെ മകൾ സംതൃപ്തയാവുകയുള്ളൂ. അവളുടെ സംതൃപ്തിയും സന്തോഷവും എനിക്ക് അനിവാര്യമാണ്. കജന്റെ മൃതസഞ്ജീവനി മന്ത്രലബ്ധി. ശുക്രമഹർഷി കജന് മൃതസഞ്ജീവനി മന്ത്രം ഉപദേശിച്ചു. വയറ്റിൽ കിടന്ന കജൻ അത് പഠിച്ചു. അവൻ മഹർഷിയുടെ വയർ കീറി പുറത്തു വന്നു. മഹർഷി മരിച്ചു വീണു. ഉടൻ തന്നെ കജൻ മൃതസഞ്ജീവനി മന്ത്രം ചൊല്ലി ശുക്രനെ ജീവിപ്പിച്ചു. കജൻ മഹർഷിയെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പറഞ്ഞു, അറിവില്ലാത്തവനെ അറിവുള്ളവനാക്കി തീർക്കുന്ന ഗുരു അവൻ്റെ അച്ഛന് തുല്യനാണ്. കൂടാതെ എനിക്ക് ജന്മമേകുക നിമിത്തം അങ്ങ് ഇന്നു മുതൽ എനിക്ക് അമ്മ കൂടിയായി തീർന്നിരിക്കുന്നു. മൃതസഞ്ജീവനി മന്ത്രം കഴിച്ചതുകൊണ്ട് അസുരന്മാർക്ക് വീണ്ടും കജനെ കൊല്ലാൻ കഴിഞ്ഞില്ല. കജൻ പിന്നെയും ബ്രഹ്മചാരിയായി ശുക്രൻ്റെ ശിഷ്യനായി കഴിഞ്ഞു കൂടി. അവസാനം വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് ഗുരുവിൻ്റെ അനുഗ്രഹവും വാങ്ങി ദേവലോകത്തേക്ക് പോകാൻ തയ്യാറായി. അപ്പോൾ ദേവയാനി പറഞ്ഞു, അങ്ങയുടെ പിതാവായ ബൃഹസ്പതിയും പിതാമഹനായ അങ്കിരസും എൻ്റെ പിതാവിന് ബഹുമാന്യരാണ്. ഞാനും അവരെ പൂജിക്കുന്നു. അങ്ങയുടെ കളങ്കരഹിതമായ ജീവിതവും എന്നിലും എൻ്റെ അച്ഛനിലും കാണിച്ച സ്നേഹവും വിശ്വാസവും സർവോപരി അങ്ങയുടെ കുലമഹിമയും എന്നെ അങ്ങയുടെ ആരാധികയാക്കി തീർത്തിരിക്കുന്നു. അങ്ങ് ബ്രഹ്മചാരിയായിരുന്ന കാലം അത്രയും ഞാനത് വ്രണമാക്കാതെ കഴിച്ചുകൂട്ടി. ഇപ്പോൾ അങ്ങയുടെ ബ്രഹ്മചര്യം അവസാനിച്ചു. അങ്ങ് എന്നെ പാണിഗ്രഹണം ചെയ്ത് ഈയുള്ളവളെ ധന്യയാക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കജൻ എന്നും ദേവയാനിയോട് ഗുരുപുത്രി എന്ന നിലയിൽ ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അവൻ അവളെ തൻ്റെ കാമുകിയായി കരുതിയിരുന്നില്ല. ദേവയാനിയെ വിവാഹം കഴിക്കണം എന്ന ഉദ്ദേശമോ ആഗ്രഹമോ കജന് ഇല്ലായിരുന്നു.
ദേവയാനി അവളുടെ ഹൃദയം തുറന്നു കാട്ടിയപ്പോൾ കജന് വിഷമം തോന്നി. അവളെ നിരാശപ്പെടുത്തേണ്ടി വരുന്നതിൽ അവന് വിഷാദവും ഉണ്ടായി. അവൻ പറഞ്ഞു, ദേവയാനി, എനിക്ക് എൻ്റെ ഗുരുവായ നിന്റെ അച്ഛൻ അങ്ങേയറ്റം പൂജ്യനും മാന്യനുമാണ്. നീയും എനിക്ക് അതുപോലെ തന്നെയാണ്. അങ്ങനെയുള്ള നീ ഇപ്രകാരം പറയരുത്. ദേവയാനി, നിന്നെ അസുരന്മാർ വധിച്ചപ്പോഴെല്ലാം അച്ഛൻ നിന്നെ ജീവിപ്പിച്ചത് എൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ്. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്നും നീ മരിച്ചാൽ ഞാനും മരിക്കുമെന്നും പറഞ്ഞ് അച്ഛനെ നിർബന്ധിച്ചത് കൊണ്ടാണ് അങ്ങനെയുള്ള നീ എന്നെ ഉപേക്ഷിക്കുന്നത് ധർമ്മമല്ല. കജൻ, ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നത് അധർമ്മമാണ്. നീ എൻ്റെ ഗുരുവിൻ്റെ പുത്രിയാണ്. കൂടാതെ ഞാൻ നിൻ്റെ അച്ഛൻ്റെ ഉദരത്തിൽ നിന്നും പിറന്നവനായതുകൊണ്ട് നിൻ്റെ സഹോദരനുമാണ്. ആ നിലയ്ക്ക് നാം വിവാഹിതരാകുന്നത് പാപമാണ്. ഞാനിവിടെ സുഖമായി പാർത്തു. നീ എന്നോട് കാണിച്ച സ്നേഹത്തിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. നീ എൻ്റെ ഗുരുവിനെ ശുശ്രൂഷിച്ച് ധർമ്മചിന്തയോടെ കാലം കഴിക്കുക. എനിക്ക് യാത്രാകുശലം നേരുക. നീ എന്നെ കൈവിടുകയാണെങ്കിൽ നീ ഇവിടുന്ന് പഠിച്ച മൃതസഞ്ജീവനി മന്ത്രം നിനക്ക് ഫലിക്കാതെ പോകട്ടെ. നിരാശയും കോപവും കൊണ്ട് മനസ്സിൻ്റെ സമചിത്തം നഷ്ടപ്പെട്ട ദേവയാനി കജനെ ശപിച്ചു. കജൻ പറഞ്ഞു, നീ എൻ്റെ ഗുരുപുത്രിയാണ്. നിന്നെ വിവാഹം കഴിക്കണമെന്നും ഗുരു എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഋഷിധർമ്മം അനുസരിച്ചാണ് ഞാൻ വിവാഹാഭ്യർത്ഥന നിരസിച്ചത്. അതുകൊണ്ട് നിന്റെ ശാപം എനിക്ക് ഫലിക്കുകയില്ല. ഞാനിത് പഠിപ്പിക്കുന്നവനെ ഈ മന്ത്രം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. ഋഷിപുത്രന്മാരിൽ ആരും തന്നെ വിവാഹം കഴിക്കുകയില്ല. കജൻ ഉടൻ തന്നെ ശുക്രാശ്രമം വിട്ട് ദേവലോകത്തെത്തി. മൃതസഞ്ജീവനി മന്ത്രവുമായി എത്തിയ കജനെ ദേവന്മാർ ആഹ്ലാദത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. ഇനി ദേവയാനിയും ശർമ്മിഷ്ഠയും ആ ഭാഗം നാളെ നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.